Happy Christmas. Are you sleeping? Are you sleeping? നമ്മൾ എന്ത് പറയാനാ Amaljan. Happy Christmas. Happy Christmas. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള മറീന ബീച്ച് ഗാർഡൻ പാർക്ക്. അവിടെ സാധാരണ കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നൊരു കുഞ്ഞു പാർക്കാണ്. കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. എന്നാൽ മോൻ കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം സിറ്റി സെൻറ്ററിൽ പോയിട്ട് അവിടെ ക്രിസ്മസ് ടൈം ആകുമ്പോൾ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാനുണ്ടാകും. അപ്പോൾ അതൊക്കെ കാണാൻ പോകാന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് കുറച്ചങ്ങ് ചുറ്റി കാണാം അല്ലേ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ റിച്ചുവിന് നല്ലൊരു പൂച്ചേനെ കമ്പനിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ സമയം അതിനിട്ടിട്ട് JCB ഇട്ട് കുറേ നേരം കളിപ്പിച്ചപ്പോൾ ആൾക്ക് പൂച്ചക്ക് നല്ല ദേഷ്യം പിടിച്ചു. രണ്ടുപേരും തമ്മിൽ പിന്നെ അടിയായി. JCBക്ക് വേണ്ടി പൂച്ച അടിയായി കഴിഞ്ഞപ്പം എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് മാറി വേറെ ഭാഗത്തോട്ടേക്ക് പോകേണ്ട അവസ്ഥയായി ലാസ്റ്റ്. പിന്നെ ഇവിടെ അങ്ങനെ കാഴ്ചകളെന്ന് പറയാൻ ഭയങ്കരമായിട്ട് അങ്ങനെ കാണാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മെയിനായിട്ട് കുട്ടികൾക്ക് ശരിക്കും കളിക്കാനൊരു കുഞ്ഞു പാർക്കൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ കൊറോണ ഇഷ്യൂ ആയതുകൊണ്ട് മോനെ നമ്മൾ ആ സൈഡിലോട്ടേക്ക് അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അറേബ്യൻ കുട്ടികളും അങ്ങനെ കുറേ കുട്ടികളൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്, എന്നാലും വളരെ കുറവാണ് കുട്ടികളുടെ എണ്ണമൊക്കെ. അപ്പോൾ ജസ്റ്റ് കളിക്കാന്നുള്ള ഒരു ബോളൊക്കെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ കളിക്കാൻ വേറെ എവിടത്തും വിടാത്തത് കൊണ്ട് തന്നെ അച്ഛനും മോനും തന്നെയാണ് കളി. ഇപ്പം ബോൾ എടുത്തിട്ട് വെള്ളത്തിൽ എറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ വെള്ളത്തിലിടാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഓടിയതാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അധികം അങ്ങ് ഓടിച്ചാടി കളിക്കാൻ വിടാത്തത് കൊണ്ട് മീശ പിരിച്ച് കാണിക്കുന്നതാണ്. ഞാൻ പോലീസാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി അങ്ങ് സ്റ്റൈലാക്കിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും പേടിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും പോലീസായിട്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഫുഡ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം കളിച്ചിട്ട് പിന്നെ തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. I love you. അപ്പോൾ കുറച്ച് സമയം ഏകദേശം ഒരു 3 മണി വരെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഒത്തിരി ലേറ്റായിട്ട് പിന്നെ സിറ്റി സെൻറ്ററിൽ പോയിട്ടാണെങ്കിലും തിരിച്ചെത്തുമ്പോഴത്തേക്കും ഫ്ലാറ്റിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് അങ്ങ് കുറേ അങ്ങ് ലേറ്റായി പോകും. അപ്പോൾ ഞാനിതിന്ന് ജസ്റ്റ് മുകൾ ഭാഗത്തു നിന്നൊന്ന് ജസ്റ്റ് ക്യാമറ ഓടിച്ച് മൊത്തത്തിലൊന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പാർക്കാണ്. എല്ലാവരും നടക്കാനും അങ്ങനെയൊക്കെ വരുന്നതാണ്. കുട്ടികളാണെങ്കിലും കളിക്കാനൊക്കെ വൈകുന്നേരം വരുന്ന ഒരു കുഞ്ഞു പാർക്ക്. ഇതുപോലെ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലോട്ടേക്കാണ് നമ്മൾ പാർക്കിനകത്തോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് സിറ്റി സെൻറ്ററിൽ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 5:30 അടുത്തായിട്ടോ. അപ്പോൾ സിറ്റി സെൻറ്ററിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ബഹ്റിൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ചുറ്റി കുറേ അങ്ങ് കാണിക്കാൻ കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. വളരെ കുഞ്ഞു രാജ്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര ചെറിയ കൺട്രിയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സെലിബ്രേഷൻസൊക്കെ വരുമ്പോൾ സമയത്ത് എല്ലാവരും മിക്കപ്പോഴും ഏതെങ്കിലും മോളിലോ അങ്ങനെയെല്ലാം പോയിട്ടാണ് ശരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിനകത്ത് എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. മൊത്തം എടുക്കണമെങ്കിൽ ശരിക്കും ഒരു ദിവസമൊന്നും മതിയാവില്ല, അത്രയധികം എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഷോർട്ടായിട്ട് കുറച്ച് കാണുന്ന നല്ല കാര്യം കുറച്ച് കാണാൻ ഭംഗിയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്മസ് ടൈമിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണാനാണെങ്കിലും നല്ല ഇഷ്ടമായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതാണ് ഈ ഒരു ടൈമിൽ തന്നെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലൈറ്റും അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ ഇങ്ങനെ സ്നോ പോലെയൊക്കെ ആക്കിയിട്ട് നല്ല ടെഡീനെയൊക്കെ കണക്കെ ശരിക്കും നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും അതൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ.
അപ്പോൾ അടുത്ത് നമ്മൾ ഹോം സെൻറ്ററിലോട്ടേക്കാണ് പോകുന്നത്. ഹോം സെൻറ്ററിൽ ശരിക്കും കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ശരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് കാണാനായിരിക്കും കൂടുതൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം ശരിക്കും സിറ്റി സെൻറ്ററിൽ വന്ന ഹോം സെൻറ്ററിനകത്ത് കയറിയിട്ട് ഇതുപോലെ കുറേ പെയിൻറ്റിങ്സൊക്കെ കാണാനുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഇതിൽ ഏറ്റവും ഭംഗിയുള്ളത് ഓരോ നമ്മുടെ ബെഡ്റൂം അതുപോലെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. റേറ്റൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിച്ചിട്ടൊന്നും ശരിക്കും നടക്കുന്ന കാര്യമൊന്നുമല്ല. ചെറിയ ചെറിയ സാധനത്തിന് കൊണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ഓരോ സാധനത്തിനാണെങ്കിലും. ലൈറ്റ് ആണെങ്കിലും പെയിൻറ്റിങ്സ് ക്ലോക്ക് നമുക്കൊരു വീട്ടിലോട്ടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടാണ് ശരിക്കും. കുട്ടികളുടേതാണെങ്കിലും അതുപോലെ തന്നെ കിഡ്സിൻ്റെ ബെഡ്റൂമും ഓരോന്നും ഗേൾസിൻ്റെ ആണെങ്കിൽ ബോയ്സിൻ്റെ ആണെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാണ്. മോന് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെഡാണെന്നുള്ളത്. ഈ കാറ് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാറിൻ്റെ ടയറും എഞ്ചിനൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കുവാന്ന് കേട്ടോ. ഭയങ്കര ക്രേസാണ്. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരില്ല അവിടുന്ന്. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ തിരിച്ചെങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. ഇത് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ബെഡാണെന്ന് തീരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറെ ഒന്നാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയാണ്. ശരിക്കും നമുക്ക് അവിടെ ഇരിക്കാനും കിടക്കാനൊന്നും തോന്നില്ല കേട്ടോ. ഇത് കാരണം ഒന്ന് ജസ്റ്റ് ചുളിഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അങ്ങനെ തോന്നില്ലേ ചിലതൊക്കെ കാണുമ്പോൾ. ബാർബീൻ്റെയൊക്കെ സെറ്റിങ്സ് ആയിട്ടുള്ള കുറേ അങ്ങനെയുള്ള പെൺകുട്ടികളത് വേറെ തന്നെ, ആൺകുട്ടികളുടെ വേറെ, പിന്നെ സോളാർ സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്ലാനറ്റിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും കണ്ടുകൊണ്ട് നടക്കാൻ ഹോം സെൻറ്റർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ സാധനങ്ങൾ നമുക്ക് അത്രയധികം വാങ്ങി പർച്ചേസ് ചെയ്ത് ഇതാക്കാനൊന്നും പറ്റില്ല കേട്ടോ. സോഫ സെറ്റും ഇപ്പോൾ ഡൈനിങ് ആണ്. ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കണ്ട സമയത്ത്. ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കളർ ഷെയ്ഡും എല്ലാം പക്ക എന്താ പറയുക, നന്നായിട്ടൊരു നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഡൈനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് കണ്ട സമയത്ത്. ഓരോന്നാ സൈഡിലായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കപ്പാണെങ്കിൽ പോലും എത്ര ക്യൂട്ടായിട്ടുള്ളതാണ്. ഇത് വേറൊരു ഡൈനിങ് സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ മൊത്തം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. നമ്മളെ വീട്ടിലെങ്ങനെയാണോ ഉണ്ടാവുന്നത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ. ഇതൊരു നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബെഡ്റൂം സെറ്റ് നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു കണ്ട സമയത്ത്. അപ്പോൾ എല്ലാം കാണാൻ നല്ല രസമാണ്. ഇതുപോലെ സോഫ സെറ്റ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും കിച്ചൺ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഹോം സെൻറ്റർ നമുക്ക് മുഴുവനായിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ശരിക്കും ഒരു ഫുൾ ഡേ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത്രയധികം കാണാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത് നമ്മൾ ക്യാരി ഫോറിനകത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അതിനകത്താണെങ്കിലും ഫുള്ള് ക്രിസ്മസ് ആയതുകൊണ്ട് ഫുള്ള് എവിടെ നോക്കിയാലും ക്രിസ്മസ് ട്രീയും അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ക്യാരി ഫോറിന് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് പോയപ്പോൾ എടുത്ത ഒരു ചെറിയൊരു കട്ടാണ്. അപ്പോൾ പിന്നെ തിരിച്ചു വന്നു. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുക, ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ വീണ്ടും തിരിച്ചു വന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം വന്ന സമയത്തൊന്നും ഫുഡ് കോർട്ട് അങ്ങനെയുള്ളതൊന്നും ഓപ്പൺ ആയിരുന്നില്ല. അതുപോലെ കിഡ്സിൻ്റെത് ഇപ്പോഴും ഓപ്പൺ അല്ല കേട്ടോ. ശരിക്കും മോൻ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു കിഡ്സിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. മിക്ക സ്ഥലത്തും കിഡ്സിൻ്റെ ഒന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ, കൊറോണേൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ റിച്ചു ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്ന കുറച്ച് കൂടുതലായതുകൊണ്ട് ഇപ്പം അധികം അങ്ങ് കൊടുക്കാറില്ല. പിന്നെ 2 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പെപ്പറോണി പീസ്, ഒന്ന് ഗ്രിൽ ചിക്കൻ ആയിരുന്നു. പെപ്പറോണി ചുമ്മാ ഓർഡർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, പക്ഷേ ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കഴിച്ചിട്ട്. ഗ്രിൽ ചിക്കൻ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഹോം സെൻറ്ററിനകത്ത് കയറിയ സമയത്ത്. അപ്പോൾ ലേറ്റായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഏതെങ്കിലും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.